തിരങ്ങാടി തകരൂല. കാരണം എന്താണ്? ലീഗ് വർഷങ്ങളായിട്ട് ലീഗ് ഭരിക്കണ മണ്ഡലമാണ്. ജയിക്കാൻ സാധ്യത സമീർ തന്നെ. ഈ മാറ്റം വരണം. 10 കൊല്ലമായിട്ട് ഇവര് മുടിച്ചോണ്ടിരിക്കല്ലേ. തദ്ദേശ തെരഞ്ഞെടുപ്പ്, ലോക്സഭ തെരഞ്ഞെടുപ്പൊക്കെ UDF മുന്നേറ്റം. ഇപ്രാവശ്യം UDF ഉണ്ടാവും. ഈ സർക്കാരിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നാട്ടിലെ ജനങ്ങൾക്ക് ആകെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. നമസ്കാരം. നമ്മൾ ഇപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി മണ്ഡലത്തിലാണ്. എനിക്ക് പിന്നാലെ തൊട്ടു പിന്നിലായി ഉള്ളത് കുറച്ച് യുവാക്കളാണ്. എന്തായാലും ഇവിടുത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ചെല്ലാം തന്നെ കൃത്യമായുള്ള ധാരണ ഉള്ളവരാണ്. ഇവിടെ ആർക്കാണ് ഇപ്രാവശ്യം വിജയസാധ്യത? ഇവിടെ UDF കോട്ടയാണ്. PMA സമീർ ജയിക്കും. തകരൂല. തിരങ്ങാടി തകരൂല. കാരണം എന്താണ്? ലീഗ് വർഷങ്ങളായിട്ട് ലീഗ് ഭരിക്കണ മണ്ഡലമാണ്. മാറൂല. നല്ല സ്ഥാനാർത്ഥിയാണെന്ന് പറയുന്നത്. രണ്ടാളും ഇവിടെ ഉള്ള ആൾക്കാർക്ക് പുതുമുഖങ്ങളാണ്. ജയിക്കാൻ സാധ്യത സമീർ തന്നെ. സർക്കാരിൻ്റെ പൊതുവേ ഉള്ളൊരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നാണ് പറയുന്നത്. അത് ഇവിടെ ഉണ്ടോ? തിരൂരങ്ങാടി മണ്ഡലത്തിലുണ്ടോ? തിരങ്ങാടിയിൽ ഉണ്ടാവില്ല. താന്നൂർ, തിരൂർ ആ ഭാഗത്ത് പിന്നെ ഉണ്ടാവും. ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ എന്തായാലും സിറ്റിംഗ് സീറ്റാണ്. അപ്പോൾ അത് പൊളിയാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. അതിനോട് യോജിക്കുന്നുണ്ടോ? അതെന്തായാലും പൊളിയൂല. അതങ്ങനെ തന്നെ. ഇത്ര കാലമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ തന്നെ ആവും തുടരുക. പൊതുവെ UDF ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ വളരെ വലിയ ക്ഷീണമായിരുന്നു. 10 വർഷമായി LDF ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വലിയ മാറ്റം ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടാകുമോ? UDF സർക്കാർ വരുമെന്നാണ്. അത് കണ്ടറിയേണ്ടി തന്നെ വരും. വലിയ മാറ്റം വരണം. 10 കൊല്ലമായിട്ട് ഇവര് മുടിച്ചോണ്ടിരിക്കല്ലേ. മാറ്റം വരണം. നിങ്ങൾക്കൊക്കെ ജോലിയൊക്കെ ജോലി UDF ഒന്നും മാറ്റില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ്, ലോക്സഭ തെരഞ്ഞെടുപ്പൊക്കെ UDF മുന്നേറ്റം. ഇപ്രാവശ്യം UDF ഉണ്ടാവും. എല്ലാവരും കട്ടയ്ക്ക് UDF നിൽക്കുന്നവരാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുവാക്കളാണ്. തിരൂരങ്ങാടി കമ്മ്യൂണിസ്റ്റ് ഭരിക്കില്ല എന്നാണ് ഈ സഹോദരൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ലീഗിൻ്റെ കോട്ടയാണ്. ഈ കോട്ട തകർക്കാൻ മറ്റാർക്കും കഴിയില്ല എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഇവിടുത്തെ നാട്ടുകാരും എല്ലാവരും തന്നെ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഈ യുവാക്കളടക്കം പറയുന്നത് UDF ഈ കോട്ട ഒരിക്കലും തന്നെ CPM തകർക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ ആർക്കാണെന്ന് വെച്ചാൽ കേരളത്തിൽ മൊത്തത്തിൽ UDF വരണം എന്നുള്ള ആഗ്രഹക്കാരാണ് ഇവിടെ ഉള്ളത്. കാരണം 10 വർഷത്തെ ഭരണക്കാലം നാട്ടിൽ ജനങ്ങളാകെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ തൊട്ടടുത്ത് ഞങ്ങളിവിടെ കഴിഞ്ഞ 10 വർഷം മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ. ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ നമുക്കിവിടെ LBS കോളേജിൻ്റെ വ്യവസ്ഥ നോക്കുകയാണെങ്കിൽ സ്ഥലം ഏറ്റെടുത്ത ആളുകൾക്ക് വരെ സ്ഥലത്തിന് പൈസ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഒരു വാടക കെട്ടിടത്തിലാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പരപ്പനങ്ങാടിയിൽ. പക്ഷെ അത് ഇങ്ങോട്ട് മാറ്റാനോ അതിന് സ്ഥലം അനുവദിക്കാനോ അതിന് സർക്കാർ ഫണ്ട് കൊടുക്കാനോ സർക്കാരിന് കഴിഞ്ഞിട്ട് മാത്രമല്ല, ഈ ഫണ്ട് എടുത്തുകൊണ്ട് ഇവിടുത്തെ ഫണ്ട് എടുത്തുകൊണ്ട് താന്നൂരിലെ കോളേജിൽ കൊടുത്തവർ ഇവിടുത്തെ ഫണ്ട് എടുത്താണ് താന്നൂരിലെ കോളേജിൽ കൊടുത്തിട്ടുള്ളത്. മറ്റൊരു മണ്ഡലത്തിൽ എടുത്തു മാറ്റി കൊടുത്തു. ഈ സർക്കാരിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നാട്ടിലെ ജനങ്ങൾക്ക് ആകെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടി കൊടുക്കുന്ന ഫണ്ടുകൾ, അത് ഫണ്ട് മാത്രമല്ല, ഇപ്പോൾ സാധാരണക്കാർക്ക് ഒരു വീട് എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം 300-400 രൂപ കഴിഞ്ഞിട്ട് ഇപ്പം 10,000-15,000 രൂപ കൊടുക്കേണ്ട അവസ്ഥ. അതുപോലെ വെള്ളക്കരം കൂട്ടി, നികുതി കെട്ടിട നികുതി വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ ഭൂമി നികുതി ഇരട്ടിയിലധികമാക്കി. അത് 2 രൂപ കൊടുത്തില്ല, ഇപ്പോൾ 15, 20, 50 രൂപ കൊടുക്കേണ്ട അവസ്ഥ ആയിരിക്കും. ഞാൻ 6 സെൻറ്റുകാർ കൊടുക്കുന്നത് ഇപ്പം 40-50 രൂപ കൊടുക്കണം. അന്ന് ഞാൻ 2 രൂപ കഴിച്ചത് ഇപ്പോൾ 40 കൊടുക്കേണ്ട അവസ്ഥയുള്ളത്. ഈ അവസ്ഥ മാറിക്കിടണമെന്നുണ്ടെങ്കിൽ UDF അധികാരത്തിൽ വേണമെന്നുള്ള സത്യമാണ്. യാതൊരു സംശയമില്ല കാര്യത്തിൽ. കാരണം ജനങ്ങളാകെ പൊറുതിമുട്ടിരിക്കുകയാണ്. വിലക്കയറ്റം കൂടെ രൂക്ഷം. ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധത്തിൻ്റെ അവസ്ഥയിൽ ഇവിടെ സാധാരണ ഹോട്ടലുകളൊക്കെ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നലെ മുതൽ പെട്രോൾ പമ്പുകളിൽ അനിയന്ത്രിതമായി ചാർജ് കൂട്ടി 5 രൂപ ഒരു ലിറ്ററിന് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എവിടെയും ചാർജ് ചില പമ്പുകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥയാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഈ ഭരണം മാറിയേ പറ്റുള്ളൂ. കാരണം സ്വർണം കട്ട ആളുകൾക്ക് ഇവിടെ വോട്ടില്ല എന്നുള്ള അവസ്ഥ ഉള്ളത്. ഇവിടെ UDF വരും തീർച്ചയാണ്. തിരൂരങ്ങാടി ബഹുഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്നുള്ള അവസ്ഥ. എന്തായാലും തിരൂരങ്ങാടിയിൽ വലിയ ഭൂരിപക്ഷത്തിൽ UDF വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ലീഗ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അതുകൂടാതെ ഭരണവിരുദ്ധ വികാരം തിരൂരങ്ങാടി മണ്ഡലത്തിൽ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് ജനങ്ങൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, മലപ്പുറം.